ദൈവത്തിന് സ്തോത്രം. ഈ സമയം ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കുറേ നാളുകളായി ജീവിതത്തിൽ പല ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ കൂടിയും കടന്നു പോകേണ്ടി വന്ന സമയത്ത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാൻ കഴിയാതെ മനസ്സ് തളർന്നപ്പോൾ കർത്താവ് തൻ്റെ വചനത്തിലൂടെ എന്നോട് സംസാരിച്ചു. ആ വചനങ്ങൾ എന്നെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് ആ വചനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ഒരാളുടെ ഹൃദയത്തിലെങ്കിലും അത് ആശ്വാസം പകരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനാധാരമായി ഫിലിപ്പിയർ 4:6-7 വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുവിൻ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ നിനവുകളെയും ക്രിസ്തുവേശുവിൽ കാത്തുകൊള്ളും. ഒരിക്കൽ മുറിയിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ, തകർന്ന ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുവിൻ. നിങ്ങൾ വിചാരപ്പെടുന്നതിനോട് ഒന്ന് കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയുകയില്ല. ഈ വചനം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു സമാധാനം വന്നു. കാരണം മനുഷ്യർക്ക് കഴിയാത്തിടത്ത് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നതിന് മുൻപ് തന്നെ, നമ്മുടെ ഭാരങ്ങളിലേക്ക്, നമ്മുടെ പ്രയാസങ്ങളിലേക്ക് നമ്മൾ മാറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹൃദയത്തെ സമാധാനിപ്പിക്കുന്ന ഒരു കർത്താവ്, നമ്മളുടെ ആദ്യവും അന്ത്യവും അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ലാസ്റ്റ് ബ്രെത്ത് എന്നാണെന്ന് പോലും അറിയുന്ന ആ കർത്താവിലാണ് നമ്മളുടെ ആശ്രയം വെച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും നാളെക്കുറിച്ച് ചിന്തിച്ച് ഇന്നത്തെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയുന്നവരാണ്. മക്കളുടെ ഭാവി, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങൾ, പല കാര്യങ്ങളും ഓർത്ത് നമ്മൾ ഭാരപ്പെടുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, അതുകൊണ്ട് നാളെക്കുറിച്ച് വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി തന്നെ വിചാരപ്പെടും. മത്തായി 6:34. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ നന്നായി അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മളെ അനാദികാലം മുൻപേ കണ്ട ദൈവം, നമ്മളെ സ്നേഹിച്ച ദൈവം, നമ്മളെ കരുതിയ ദൈവം നമ്മളോട് കൂടെയുണ്ട്. ആ ദൈവം നമ്മളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യെശയ്യാവ് 41:10. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാരം കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഒരു ദീർഘയാത്ര പോകുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് അത് വഹിക്കുവാൻ കഴിയുന്ന ഒരു വാഹനത്തിൽ വയ്ക്കും. എന്നാൽ ആ സാധനങ്ങൾ എല്ലാം വാഹനത്തിൽ വെച്ചിട്ടും വീണ്ടും അത് എടുത്ത് തോളിൽ വെച്ച് യാത്ര ചെയ്താൽ എത്ര ബുദ്ധിശൂന്യമായിരിക്കും. നമുക്കത് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മളും. നിൻ്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞ കർത്താവിൻ്റെ കയ്യിൽ ഭാരം ഏൽപ്പിച്ചിട്ടും അതേ ഭാരം എടുത്തുകൊണ്ട് പിന്നെയും നടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സമാധാനമാണ് കൈക്കൊള്ളുവാൻ കഴിയുന്നത്? നമ്മുടെ ഭാരം എത്രമാത്രം മാറുവാൻ കഴിയും? സമാധാനം നമുക്ക് കൈക്കൊള്ളുവാൻ കഴിയുകയില്ല. സങ്കീർത്തനം 55:22 ഇങ്ങനെ പറയുന്നു, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുന്ന ദൈവമല്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു, അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവരെ വിടുവിച്ചു. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരത്തില്ലെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ല. എന്നാൽ പ്രയാസങ്ങളുടെ നടുവിൽ കൂടെ നമ്മൾ കടന്നു പോയാലും അവിടെ എല്ലാം നമ്മോട് കൂടെ ഉണ്ടെന്ന് നമ്മുടെ കരം പിടിക്കുവാൻ മുമ്പായി കടന്നു ചെന്ന് ഇരുമ്പോടാമ്പലുകളെ തകർത്ത് താമ്രക്കഥകളെ ഉടച്ച് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവ്, നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവ്, നമ്മളെ മാറോട് ചേർത്ത് പിടിക്കുന്ന കർത്താവ്, നമുക്ക് നടക്കുവാൻ കഴിയാതെ വരുമ്പോൾ നമ്മളെ തോളിൽ
ഏൽക്കുന്ന, നമ്മളെ തോളിലേറ്റുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യമാണ് എപ്പോഴും നമ്മൾ അനുഭവിച്ചറിയേണ്ടുന്നത്. അത് എപ്പോഴും വാഗൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, അത് വിശ്വസിക്കുകയും അത് രുചിച്ചറിയുകയും അതിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നവരായി തീരുവാൻ ഇടയാകണം. ദാനിയേലിൻ്റെ 3 സുഹൃത്തുക്കളായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിവർ തീച്ചൂളയുടെ മുമ്പിൽ നിന്നപ്പോൾ പറഞ്ഞതിങ്ങനെയാണ്: ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയും, എന്നാൽ അവൻ വിടുവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഇതാണ് യഥാർത്ഥ വിശ്വാസം. സാഹചര്യങ്ങൾ മാറിയത് കൊണ്ടല്ല അവരുടെ വിശ്വാസം ഉറയ്ക്കുവാനിടയായി തീർന്നത്. സാഹചര്യങ്ങൾ മാറാതിരുന്നിട്ടും കഷ്ടതയുടെ തീച്ചൂളകൾ വർദ്ധിച്ചപ്പോഴും ദൈവം നമ്മോട് കൂടെയുണ്ട്, അവന് വിടുവിക്കുവാൻ കഴിയുമെന്നുള്ള ആ ഉറച്ച വിശ്വാസമാണ്. അതാണ് യഥാർത്ഥ വിശ്വാസം. സങ്കീർത്തനം 23:4 ഇങ്ങനെ പറയുന്നു: കൂരിലിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെയുണ്ടല്ലോ. വടിയും കോലും കൊണ്ട് ആശ്വസിപ്പിക്കുന്ന കർത്താവ്, കൂടെയിരിക്കുന്ന നല്ലൊരു പിതാവിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. പ്രിയരെ, ദൈവം നമ്മെ ഒരിക്കലും കൈവിടുന്നില്ല. നമ്മെ സൃഷ്ടിച്ചവൻ, നമ്മെ തെരഞ്ഞെടുത്തവൻ, തൻ്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്ത ദൈവം നമ്മോടെപ്പോഴും കൂടെയുണ്ട് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഇതാണ്: നമ്മുടെ ഭാരങ്ങൾ ദൈവത്തിനെ ഫരമേൽപ്പിക്കാം. നമ്മുടെ കണ്ണുനീർ കാണുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചെവി ഓർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. യഥാർത്ഥ സമയത്ത്, തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നമുക്ക് താണിരിക്കാം. ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഒരാളല്ല, എന്നാൽ എൻ്റെ ബലഹീനതകളിൽ എന്നെ ശക്തിപ്പെടുത്തിയ, തകർന്ന സമയങ്ങളിൽ എന്നെ ഉയർത്തിയ, ഞാൻ ഭയപ്പെട്ട നാളിൽ എന്നെ ധൈര്യപ്പെടുത്തിയ ദൈവവചനമാണ് എൻ്റെ ആശ്രയം. അതാണ് നിങ്ങളുമായിട്ട് പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെട്ടത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് തീരുമാനിക്കാം: എൻ്റെ ഭാരം ഞാൻ കർത്താവിനെ ഏൽപ്പിക്കും, എൻ്റെ ഭാവി അവൻ്റെ കൈകളിൽ ഞാൻ ഭരമേൽപ്പിക്കും, എൻ്റെ ഹൃദയം അവൻ്റെ സമാധാനത്തിൽ കാത്തുകൊള്ളും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തന്മാർവിൽ എന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തന്മാർവിൽ എന്നെ ചേർത്തിടും. എന്നും നല്ലവൻ, യേശുവെന്നു നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ, അവൻ ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യനായ കർത്താവിൽ നമ്മൾക്ക് ആശ്രയം വയ്ക്കാം. അവനിൽ നമ്മുടെ ഭാരങ്ങളെ ഭരമേൽപ്പിക്കാം, അവന് വേണ്ടി ജീവിക്കാം. ഈ വചനങ്ങളാൽ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.